സംഗീതം സ്നേഹമാണ്, സത്യമാണ്, ഈശ്വരനിലേക്കുള്ള വഴിയാണ് അല്ലേ? ഒരു പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ ഒരു ഓടക്കുഴലിൻ്റെ നാദം അല്ലെങ്കിൽ ഏത് ഉപകരണത്തിൽ നിന്ന് വരുന്ന ആ ഒരു നാദം നമ്മളെ വല്ലാണ്ട് ആകർഷിക്കും അല്ലേ? അത്ര മനോഹരമാണ് സംഗീതം എന്ന് പറയുന്നത്. ഏത് വലിയ വലിയ അസുഖങ്ങളെ പോലും ഇല്ലാണ്ടാക്കാനുള്ളൊരു ശക്തി നമ്മുടെ സംഗീതത്തിനുണ്ട്. ആ സംഗീതം നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു സംഗീത അഭ്യസിക്കുന്ന അല്ലെങ്കിൽ സംഗീതം ഉപാസിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. നമ്മൾ കുറേ സംഗീതം പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സംഗീതം പഠിച്ചു എന്ന് നമുക്ക് മുഴുവനായിട്ട് സംഗീതം സ്വായത്തമാക്കാനായിട്ട് നമ്മളെക്കൊണ്ട് സാധ്യമല്ല. സംഗീതം ഒരു കടൽ പോലെയാണ് അല്ലേ? അത് നമ്മൾ അങ്ങോട്ട് ആഴത്തിൽ നീന്തി ചെല്ലുമ്പോൾ അത് ഇങ്ങനെ കര കാണാതെ അകന്നകന്ന് പോകുമെന്ന് പറഞ്ഞ പോലെ സംഗീതം എത്ര പഠിച്ചാലും നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല, എടുക്കാനും പറ്റില്ല. എന്നാലും നമ്മൾ സംഗീതം മാക്സിമം നമ്മളുടെ എത്രയൊക്കെ എഫർട്ട് എടുക്കാവോ അത്ര എഫർട്ട് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അത് ഒത്തിരി നമുക്ക് പ്രയോജനവും ഗുണമൊക്കെ ചെയ്യും. നമ്മളുടെ പാട്ടിൻ്റെ ഇപ്പോൾ നമ്മളൊരു പാട്ട് പാടാൻ ചെല്ലുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, നല്ലതായിട്ട് ബ്രീത്തിൻ്റെ കൺട്രോൾ ഉണ്ടാവും. എല്ലാത്തിനും ഈ ഒരു പ്രാക്ടീസും ക്ലാസിക്കൽ ബേസ് എന്ന് പറയുന്നത് വളരെ ഉപകാരമാണ്. പിന്നെ ക്ലാസിക്കൽ പഠിക്കാതെ തന്നെ നന്നായിട്ട് മനോഹരമായിട്ട് പാട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഒത്തിരി ഗായകരുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് പറഞ്ഞതാണ്. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ ജന്മനാ ഉള്ളൊരു കഴിവാണ്. ആ ഒരു കഴിവെന്ന് പറയുന്നത് നമുക്ക് ഈശ്വരൻ തരുന്നതാണ്. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കർമ്മം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരുപക്ഷെ നന്നായിട്ട് ഇപ്പം എന്നെക്കൊണ്ട് ഒരുപക്ഷെ നന്നായിട്ടൊരു ഡാൻസ് ചെയ്യാനോ ഒരു എഴുതാനോ ഒരു വരയ്ക്കാനോ ഒന്നും സാധ്യമല്ലായിരിക്കും. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കഴിവെന്ന് പറയുന്നത് പാട്ട് പാടുക എന്നുള്ളതാണ്. അത് എത്രത്തോളം നമ്മൾ പവിത്രമായിട്ട് നല്ല ക്ലീനായിട്ട് പാടാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ടാസ്ക്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമം നമ്മുടെ പക്ഷത്ത് നിന്നുണ്ടാവണം. ഒരിക്കലും ഇതൊന്നും നമുക്ക് വില കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമേ അല്ല. ഒരിക്കലും നമുക്കത് നേടാനും സാധിക്കില്ല. അപ്പം ഈശ്വരൻ തന്നിരിക്കുന്ന എന്താണോ ആ ഒരു കാര്യം മാത്രമേ നമുക്ക് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ അതിനു വേണ്ടി എഫർട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ശാരീരിക വെല്ലുവിളി അറിയാമല്ലോ, ഇപ്പോഴത്തെ ഈ ഒരു ചൂടും കാര്യങ്ങളും. ഇടയ്ക്ക് 2 വേനൽമഴ കിട്ടി എന്നത് ഒഴിച്ചാൽ ഈ ചൂട് നമുക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് അല്ലേ? ഓരോ സ്ഥലങ്ങളിലൊക്കെ വെള്ളമില്ലാതെ ആളുകൾ പല പല ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പല അസുഖങ്ങൾ അത് നമ്മളെ വല്ലാണ്ട് അസ്വസ്ഥരാക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. എങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് മാത്രം വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സപ്തസ്വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്തസ്വരങ്ങൾ നമ്മൾ നന്നായിട്ട് സ്വായത്തമാക്കിയതിന് ശേഷം നമ്മൾ ഈ സപ്തസ്വരങ്ങളിൽ സരളി വരിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് 1-ാം കാലം ഞാൻ പറഞ്ഞു, 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം ഇതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമുക്കൊരു വരിശയുണ്ട്, വളരെ സുഖമുള്ള വരിശ. പണ്ട് എന്നെ സാറ് ആദ്യമായിട്ട് പഠിപ്പിച്ച സമയത്ത് സാറ് മീൻസ് എൻ്റെ അമ്മയുടെ ചിറ്റപ്പനാണ് എന്നെ ആദ്യമായിട്ട് സപ്തസ്വരങ്ങൾ പഠിപ്പിച്ച് തുടങ്ങിയത് കേട്ടോ. ക്ലാസിക്കൽ പഠിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ നമ്മൾ പാടാൻ വളരെയധികം നമുക്കൊരു ഇഷ്ടം തോന്നുന്ന വരിശകളാണ് മധ്യസ്ഥായി വരിശകൾ എന്ന് പറയും. അതായത് നല്ല സുഖിപ്പിക്കുന്ന ഒരു വരിശയാണ്. അത് ഭയങ്കര സന്തോഷമാണ് അത് പാടാനായിട്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മൂളാം. ശ്രുതി ബോക്സിൻ്റെ ഒരു അഭാവമുണ്ട് കേട്ടോ. അതാണ് എനിക്കൊരു ക്ലാസ്സായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. തൽക്കാലം അത് വാങ്ങിക്കാനിപ്പോൾ പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതെന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ചെറിയ ക്ലാസ്സായിട്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഞാൻ പറഞ്ഞു, എനിക്ക് അതീവ ജ്ഞാനിയായിട്ടുള്ള ഒരാളൊന്നുമല്ല.
കുറച്ച് കാര്യങ്ങൾ പഠിച്ചത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ആ വരിശ ഒന്ന് നിങ്ങൾക്ക് പാടിത്തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക. സരി ഗമ പ ഗമ പ ഗമ പധ നിധ പമ ഗമ പ ഗമ ഗരേ സാ നിധ നിധ പധ പമ പാപ ഗമ പധ നിധ പമ ഗമ പ ഗമ ഗരേ സാ നിധ നിധ പ ധാ ധാ പമ പാപ ഗമ പധ നിധ പമ ഗമ പ ഗമ ഗരേ സരി ഗരേ ഗ ഗമ പമ പ ധ പധ മ പധ പധ നിധ പമ പധ പ മ ഗരേ സരി ഗമ പാപ ധ ധ പ മ പ ധ നി സാ നി ധ പ സാ നി ധ പ മ ഗരേ സ. ഇതാണ് മധ്യസ്ഥായി വരിശകൾ. നിങ്ങൾ ലാസ്റ്റ് പാടിയ സരിഗമ പാപ്പ എന്നുള്ളത് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പവനരച്ചെഴുതുന്ന കോലങ്ങളിന്നും നീലച്ചിരിക്കോലായിലരുണോദയം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പാട്ടിലല്ലേ? അപ്പോൾ ഈ മധ്യസ്ഥായി വരിശകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സുഖമുള്ളൊരു വരിശയാണ്. വളരെ നമ്മൾ ഭയങ്കരമായിട്ട് ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സുഖമായിട്ട് നമുക്ക് പാടാൻ പറ്റിയൊരു വരിശയാണ്. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയൊരു വരിശയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മധ്യസ്ഥായി വരിശകൾ പാടിയിട്ടാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മ്യൂസീഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് കൺട്രോൾ വേണ്ടത് 3 സ്ഥായിയാണ്. അതായത് മധ്യസ്ഥായി എന്ന് പറഞ്ഞാൽ നമ്മൾ സരിഗമ പദനിസോല സാധാരണ പോലെ പാടുന്നത്. പിന്നെ മേളിൽ പാടുന്നുണ്ട് താരസ്ഥായി, അതുപോലെ തന്നെ താഴെ മന്ത്രസ്ഥായി. അതായത് മന്ത്രസ്ഥായി എന്ന് പറയുമ്പോൾ താരസ്ഥായി ഞാൻ പറയാം. സാരി ഗമ പധ നീ സാരി ഗമ അങ്ങനെ മേളിലോട്ട് പോകുന്നതാണ് താരസ്ഥായി എന്ന് പറയുന്നത്. പിന്നെ മന്ത്രസ്ഥായിലേക്ക് വരാം. അങ്ങനത്തെ മന്ത്രസ്ഥായി പോകും. ഇപ്പം ഈ 3 സ്ഥായികളും ഒരുമാതിരി നമ്മൾ ഒത്തിരി മേളോട്ടും അല്ല ഒത്തിരി താഴോട്ടും, എന്നാലും ഏകദേശം നമുക്കൊരു പഞ്ചമം വരെയെങ്കിലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ സ്ഥായികളിൽ 3 സ്ഥായികളും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് പാട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നല്ലൊരു മ്യൂസീഷ്യനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെറിയ എൻ്റെ കുഞ്ഞു അറിവുകളാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നേക്കണ കുഞ്ഞു അറിവുകളാണ്. അപ്പോൾ നമ്മൾ സപ്തസ്വരങ്ങൾ രാഗങ്ങൾ പറഞ്ഞു അല്ലേ? ജന്യരാഗങ്ങൾ ഉണ്ട്, അതായത് പൂർണ്ണരാഗങ്ങളുണ്ട്, സമ്പൂർണ്ണ രാഗങ്ങൾ, സപ്തസ്വരങ്ങൾ മൊത്തമുള്ള രാഗങ്ങൾ, അതിൽ നിന്ന് ജനിക്കുന്ന ജന്യരാഗങ്ങൾ. ഇങ്ങനെ ഓരോ രാഗങ്ങളിലും നമ്മൾ മായാമാളവഗൗളയിലാണ് ഓരോ സ്വരങ്ങളും നമ്മൾ ആദ്യമേ സപ്തസ്വരങ്ങളും എല്ലാം പഠിച്ച് തുടങ്ങണമെങ്കിലും നമ്മൾ പഠിച്ച് മുന്നോട്ട് വരും തോറും നമ്മൾ ഇപ്പോൾ അലങ്കാരമാണേലും പിന്നെ ഗീതമല്ല അലങ്കാരം ഇതുപോലുള്ള സ്വരങ്ങളെല്ലാം നമ്മൾ ഓരോ രാഗത്തിലും പ്രാക്ടീസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് എന്നോട് ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ചില രാഗങ്ങളിൽ ചില സ്വരങ്ങൾ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കണക്കിൻ്റെ ഒരു ലോകമാണ് ഈ കർണാടക സംഗീതം എന്ന് പറയുന്നതെന്ന്. അത് നമ്മൾ കണക്ക് കൂട്ടി താളം തെറ്റാതെ ആ താളത്തിൽ ഒപ്പിച്ച് നമുക്ക് പാടാൻ സാധിക്കണം. അതാണ്. അതുപോലെ തന്നെ നമ്മളൊരു കീർത്തനം പാടി നമ്മൾ കച്ചേരി ചെയ്യുന്ന സമയത്ത് നമ്മൾ മനോധർമ്മസ്വരം എന്ന് പറഞ്ഞ് പാടും. അപ്പോൾ മനോധർമ്മസ്വരം നമ്മൾ ഈ താളത്തിൽ ഒപ്പിച്ച് നമ്മൾ സ്വരങ്ങൾ തന്നെത്താനെ ഉണ്ടാക്കി പാടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ ആ രാഗത്തെ കൈകാര്യം, രാഗത്തിൻ്റെ സ്വരങ്ങളും ആ രാഗം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ നന്നായിട്ട് അറിഞ്ഞ് അതിൻ്റെ കണക്കുകൾ നമ്മൾ മനസ്സിൽ മനക്കണക്ക് കൂട്ടി വേണം അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അത്രത്തോളം
ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് സാധാരണ ഒരു പാട്ട് പാടി വെക്കുന്നത് പോലെ നമുക്ക് കർണാടക സംഗീതം കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. ഒത്തിരി പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് അതേപോലെ പാടി വയ്ക്കാമെന്നല്ലാണ്ട് അത്രത്തോളം ഉയരത്തിലേക്ക് എത്താനുള്ളൊരു പഠിത്തം എനിക്കുമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 5th സ്റ്റാൻഡേർഡ് തൊട്ട് പഠിച്ചിരുന്നെങ്കിലും കുറേ ഗ്യാപ്പ് എനിക്ക് വന്നതുകൊണ്ടും എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു തെറ്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കുട്ടികളുടെ പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂറ്റി അങ്ങനെ തുടർന്നു കൊണ്ട് പോകാനുള്ളൊരു ഇത് ഉണ്ടാവണം നിങ്ങളുടെ പക്ഷത്തു നിന്ന്. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഒരു പാട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അത് മക്കളുടെ കയ്യിൽ നിന്നും ആ ഒരു എഫർട്ട് ഇടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ പ്രായം എന്നൊക്കെ പറയുന്നത് കുഞ്ഞു പ്രായമല്ല. അപ്പോൾ നമുക്കൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല, മടി ഉണ്ടാവും. അപ്പോൾ പേരൻസിൻ്റെ ആ ഒരു പുഷാണ്. എന്നെ സംബന്ധിച്ചുള്ളത് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ പാടുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു പുഷാണ് അതിനകത്തുള്ളത്. അമ്മ എപ്പോഴോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു രാവിലെ എഴുന്നേൽപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും. ഈ പ്രാക്ടീസിൻ്റെ സമയം എൻ്റെ ഗുരു പറഞ്ഞു തന്ന പോലെ 3 മണി തൊട്ടാണ് സരസ്വതി യാമെന്ന് പറയുന്നത് 6 മണി വരെ. ആ ഒരു സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി പ്രയോജനം നമുക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പാട്ട് പാടാനുള്ളൊരു അവസ്ഥയിലേക്ക് എൻ്റെ തോട്ടായിട്ടില്ല. ആ ത്രോട്ടൊക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, സുഖമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അതുപോലെ തന്നെ വീഡിയോസിന് സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ പുതിയ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഉള്ളൊരു ശാരീരിക ബുദ്ധിമുട്ടും സമയം കുറവും ഒക്കെ കൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് ഇടാൻ പറ്റാതെ പോകുന്നത്. പുതിയ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടാൽ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷം. പുതിയ വീഡിയോസായിട്ട് കാണാം. ഓക്കെ, ബൈ.